ഇവിടെ വന്നിരിക്കുക. ഞാൻ എത്ര നേരായി തരയണു. ഇന്ന് അമ്മയെ കാണാനും വന്നില്ലല്ലോ. എന്തേ? ഒന്നുമില്ല. ഇന്നെന്താ ഇങ്ങനെ? എങ്ങനെ? എപ്പോഴും കളിവാക്കുകൾ പറയണ ആള്. രാധ വയ്ക്കുള്ളൂ, ഞാൻ പിന്നെ കാണാം. ശല്യായോ ഞാൻ? ഏയ്, എന്തെങ്കിലും ഇഷ്ടമില്ലായ്മ തോന്നിയ പറയണ കേട്ടോ. വലിയ ആളുകളോട് എങ്ങനെയാ പെരുമാറുക, എന്താ പറയുക എന്നൊന്നും വലിയ നിശ്ചയില്ല. നാളെന്താണെന്ന് പറയൂ. നാളോ? നാളെ അശ്വതി. എന്തിനാ നാളെ? ഭഗവതിക്കൊരു പുഷ്പാഞ്ജലി കഴിക്കാം. ആലോചിച്ച് വിഷമിക്കണ കാര്യം നടക്കണേന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോളാം. ജമാലിക്ക, ആളാരാണെന്ന് പറഞ്ഞാൽ പിടിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചോനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണ ചങ്ങാതി. അതൊന്നും നടപ്പില്ല. നിങ്ങൾക്ക് കാണേണ്ട ആളിന് പേരില്ലേ? ആ പേരുണ്ട്, അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് എന്റെ നാവിന്റെ മുമ്പത്തെ തിരിഞ്ഞിട്ടുണ്ട്. അതാ ഇയാളാണ്. ഹാ, ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്കങ്ങനെ വലിയ മറവിയാ. എന്താ ശങ്കുണ്ണിയാരെ? ഈ ശങ്കുണ്ണിയാരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്കുക. പറയാം വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ അനന്ത നമ്പൂരിന്ന്? നമ്പൂരി ആളാകെ മിനുങ്ങിക്കണല്ലോ. ഇത് ഒടുക്കത്തെ മിനുക്കാണ്. എന്ത് പറ്റി? കുഴഞ്ഞോ? കുഴഞ്ഞ് കൂഴ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി എടുക്കി. എന്റെ അപ്പൊ എനിക്ക് കൊട്ടാരത്തിൽ താമസിച്ചൂടെ? ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. നടന്നേ. ഇതിപ്പം വലിയ പുലിവാലായല്ലോ എന്റെ അബ്ദു. നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരട് വലി മുഴുവനും ആ കടൽ കിഴവന. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് രൂപമ പറഞ്ഞു. എനിക്കപ്പം അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ചു നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്. അതെന്താണ്? ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്ന്? അതൊരു പുരാണ കഥയാണ്. ഓ, അത് ശരി, പഴപുരാണാണല്ലേ. കിട്ടണ പൈസക്ക് മുഴുവൻ കിതാബ് വാങ്ങി വായിക്കുന്നതിന്റെ ഗുണം ഇവിടെ ആണല്ലേ. അല്ല, ഈ പുരാണത്തിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അർത്ഥം? അർത്ഥോ? തമ്പുരാനെ ആരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോരെ? ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതും കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പോഴാ. സംശയല്ല, അകത്താണ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ജയിലില്. നല്ല ശാപ്പാടെന്നാ പറയണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നേരം നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്. നിങ്ങൾ ചുമ്മാ ഇരിക്കേ. എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ. നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോനെ ജമാലിക്ക് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നും നോക്കണ്ട. അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് തടിയൊപ്പ. അത് ഞാൻ ആലോചിച്ചു. നമ്മൾ തടി തപ്പിന്നറിഞ്ഞ ആ നിമിഷം അവർ തമ്പുരാനെ കാച്ചും. എന്നിട്ട് നമ്മൾ കൊന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ നമ്പൂരി. പറഞ്ഞിട്ടില്ലേ ഈ ബാപ്പ പറ്റിയർച്ച ഒന്നും. പറഞ്ഞാൽ ഉമ്മനെ തല്ലും. ഞാൻ എന്ത് ചെയ്യുന്നു പറ. എടാ പൊന്നുമോനെ അബ്ദുള്ളേ, ഏതായാലും വന്ന് പെട്ടുപോയി. വന്ന് പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കളം മാറ്റി ചവിട്ടിയാലോ? തമ്പുരാനെ കൊല്ലാനല്ല എനിക്ക് ചങ്കുറപ്പില്ലാത്തത്. വേണ്ട, നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല. അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റവും വരും. അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല. എന്ന് വെച്ചാ നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അണക്കുണ്ടോ? ഉണ്ട്. ഓ, നമ്മുടെ അനന്തൻ നമ്പൂരിയെ പറ്റി എന്താ എന്റെ അഭിപ്രായം?
അല്ല ശാരീരാണ്. ഹ, അതല്ലടോ, നമ്മളൊരു ഉദ്യോഗം കൊടുത്താൽ അയാള് സ്വീകരിക്കോ? വിഷമാണ്. ഈ കലാകാരന്മാരെ കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒന്ന് പരീക്ഷിക്കണേ തെറ്റില്ല. ആ, വിശ്വസിക്കാവുന്നവനാണ്. പിന്നെ മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ. അറിയാം അറിയാം. തനിക്കെങ്ങനെ അറിയാം? രാധികയുടെ കാര്യല്ലേ? എടോ ഭയങ്കര, താനൊരു ബുദ്ധിരാക്ഷസം തന്നെ. ഇവിടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു. മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ? അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ. അടിയൻ വേറൊരാളൂടെ ഉണ്ട്. ഓ, ഇതാ വരണം എന്നെ. ഓ, വരുന്നുണ്ട് വരുന്നുണ്ട്. ആ, ആരാ പുതിയ ആള്? ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണിയാര്. ഓ, എവിടെയാ വീട്? ഇല്ലത്തിനടുത്ത് തന്നെയാണ്. കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട. ഏ? ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. ആ, അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? നല്ല കാര്യായി. താൻ വേണമെച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ, ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആ. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഓ. ഇനിയിപ്പോ വേണ്ട. ആ, രാത്രി കാണണം. ഉവ്വ. ആട്ടെ. ഓ വേണ്ടേ? ആ ഏ ആ ഇനി വന്നേ. എന്റെ നമ്പൂരിച്ച, നിങ്ങൾ ആള് വളഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറുന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞാണ് ശരി. ഏത് കൊലക്കൊമ്പം വന്നാലും പൊന്നൊരുക്കി തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനൊന്ന് നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല, നമുക്ക് മറ്റേ ചെയ്താന്റെ അടുത്ത് പോകണ്ടേ? അത് രാത്രി. അപ്പൊ പറ്റൂലേ? എന്നാ പോവാ. പുതിയൊരു ആളുകൂടി ഉണ്ട് അല്ലേ? ഉവ്വ, എന്റെ സ്നേഹിതനും സഹായിയുമാണ്. എന്താണ്? എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്. കൂട്ടായി ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. മൂപ്പർക്ക് കൊല്ലാൻ കഴിയില്ലെന്നാ പറയണേ. എന്ത്? അതെ, സത്യമാണ്. എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരു കൊലയാളി ഒന്നുമല്ല. പിന്നെ എന്തിനാണോ താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്? ചേർക്കാനോ? രവിവർമ്മേ, അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. അത്ര വിസ്തരിച്ച് വരാനൊന്നുമില്ല. ഞങ്ങൾ കൂറുമാറി അതന്നെ. നിങ്ങളല്ല, അയാൾ സംസാരിക്കട്ടെ. എനിക്ക് ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ നോക്കി. പക്ഷെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. പാവപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ. കാശിന്റെ അത്യാവശ്യം കൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. വാങ്ങിയ കാശിൽ 1000 രൂപ എടുത്തിട്ടുള്ളൂ. ബാക്കി എന്തിരിച്ചു തരാം. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? രണ്ടിനെയും കൊന്ന് കുഴിച്ചു മൂടിക്കളെ പട്ടികള്. കേശവപിള്ളേ, മൗനം വിദ്വാനുഭൂഷണം. വാളിനെ വാളുകൊണ്ടും അത്രത്തിനെ അത്രം കൊണ്ടുമാണ് നേരിടേണ്ടത്. കുട്ടികൾ പൊയ്ക്കോട്ടെ. ഉപമ പറഞ്ഞ് പിപ്പിരി കാട്ടൊന്നും വേണ്ട. ബോംബെയിൽ അനവധി ദാതന്മാരുടെ തോള് കയറ്റി നടന്നിട്ടുള്ളവനാണ് ഈ ജമാല്. ഞാനും അങ്ങനെ തന്നെ. അതെ, അതുകൊണ്ട് അങ്ങനെ പേടിച്ചു പോകാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തമ്പുരാനായിട്ട് കുറച്ച് കൂടുതൽ അടുത്തുപോയി. മാത്രമല്ല, പോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്നും എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശമെന്നും തമ്പുരാനോട് പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന്റെ മര്യാദ. പിന്നെ മര്യാദകള് എവിടെയും പാലിക്കണം. മാത്രമല്ല, ഉദയവർമ്മയുടെ കൂടെ കുറച്ചുനാൾ കൂടി രസിച്ച് താമസിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് പോകാലോ? പോയി വരും കുട്ടികളെ, പോയി വരും. മധുരം കൂടുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെന്തായി? അവര് പ്രശ്നാവോ ചെറിയച്ച? ചരട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഇനി വൈകണ്ട. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലോ എന്റെ ഈശ്വര. അന്നേ ഞാൻ പറഞ്ഞത് അബദ്ധാവും അബദ്ധാവും കേട്ടില്ല. ഇപ്പൊ ഉള്ളതും കൂടി ഇല്ലാണ്ടാവുമല്ലോ എന്റെ മാധവി. ഉള്ള നേരത്തെ രക്ഷപ്പെട്ട തടിയെങ്കിലും കേടാവാണ്ടേ സൂക്ഷിക്കാം. നമ്മൾ എങ്ങോട്ട് പോവും? കേറി കിടക്കാനൊരു വീടുണ്ടോ നിങ്ങക്ക്? ആ ജോനോ ചക്കൻ ഏട്ടനോട് എല്ലാ കഥയും പറയൂ. ആർക്കറിയാം? ആ, പറയില്ലാന്ന് സമ്മാനിക്കാം. പറഞ്ഞാൽ അയാളും അബദ്ധത്തിലാവൂലോ. ഞാനാ മനുഷ്യനെ ഭയപ്പെടുത്തി കളഞ്ഞൂലോ. സുഭദ്ര ചെറിയമ്മ ചെറിയച്ഛന് സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടുക. ഏത് നിമിഷവും രക്ഷപ്പെടേണ്ടി വരും. നമുക്കും തയ്യാറായിരിക്കാം അല്ലേ അച്ഛാ? തയ്യാറായിട്ട് എങ്ങോട്ടേക്കാ പോവാ?
ഞാൻ മഹാപാപി, ഇത്രയും കാലം നീ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ? ആരാണ് നീ? പറയടാ നായേ, പറയാൻ. എന്നോട് പൊറുക്കണം. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാകും, താങ്ങാനുള്ള കരുത്തുണ്ടാകണം. അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ കബളിപ്പിക്കുകയാണ്. കള്ള പേര് പറഞ്ഞ് കള്ള വേഷം ധരിച്ച് ഞാൻ ചതിക്കുകയാണ്. ഞാൻ അബ്ദുള്ളയാണ്. അബ്ദുള്ള അനന്തനായി വന്നത് നല്ല ഉദ്ദേശത്തോടെ, അങ്ങേ കൊല്ലാനാണ്. പക്ഷേ എനിക്കതിന് കഴിയില്ല. കൊല്ലായിരുന്നില്ലേ? ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും വേറെ കൊല്ലായിരുന്നില്ലേ? എന്റെ ഉണ്ണിയെ പോലെ കരുതി കൈക്ക് പിടിച്ചപ്പോ, ഒപ്പം കിടത്ത് ഉറക്കിയപ്പോ തനിക്ക് എന്നെ കൊല്ലായിരുന്നില്ലേ? ദയവായി അങ്ങനെ വിശ്വസിക്കണം. ഇപ്പൊ ഞാനിവിടെ തങ്ങുന്നത് അങ്ങയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണോ? വേണം, വിശ്വസിക്കണം. അങ്ങ് അപകടത്തിലാണ്. അങ്ങയുടെ ബന്ധുക്കൾ തന്നെ അങ്ങയെ കൊല്ലും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് രക്ഷപ്പെടണ്ട. നോട്ടെ, ആര് വേണേ കൊന്നോട്ടെ, എന്നാലും നീ എന്നെ രക്ഷിക്കണ്ട. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. അങ്ങയുടെ ഉണ്ണിയെ പോലെ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എന്നെ വിശ്വസിക്കണം. മതിയാക്കണോ? ഗംഭീരാവണ്ട അഭിനയം. മര്യാദയ്ക്ക് സ്ഥലം വിട്ടു, എങ്കിൽ ഒന്നുകളയും ഞാൻ. മനുഷ്യന്മാർക്ക് ഇങ്ങനെ വിശ്വാസക്കേട് തുടങ്ങിയാൽ എന്ത് ചെയ്യും? ജമാലിക്ക, എത്ര ആട്ടിപ്പായിച്ചാലും രണ്ടിലൊന്ന് അറിയുന്നത് വരെ നമ്മൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. തമ്പുരാൻ എങ്ങോട്ടാ പോയെന്നറിയോ? തമ്പുരാൻ പള്ളിയറയിലില്ലേ? ഇല്ല. ചിലപ്പോ കിടന്ന് നല്ല അസ്സൽ ഉറക്കായിരിക്കും. രാധ എല്ലായിടത്തും നോക്കിയത്രേ. ഇനിയിപ്പോ നീലഗിരിക്ക് വല്ലതും പോയിട്ടുണ്ടാവോ? നീലഗിരിക്ക് പോവുകയാണെങ്കിൽ എന്നോട് പറയേണ്ടതായിരുന്നല്ലോ. കാറുണ്ടോ ഷെഡില്? ഉവ്വ. ഇനി ദൂരെ സ്ഥലത്ത് വല്ലതും കഥകളിക്ക് പോണ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഇതെവിടെ പോയി? വല്ലതുണ്ടേ തുറന്ന് പറയല്ലേ? നമ്മൾ പരസ്പരം ഇങ്ങനെ ഒരു വിളിച്ചെളി വേണം. എന്റെ മേന്നെ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. വേറെ ആരാണ്ടൊക്കെ എത്തിയെന്ന് പറഞ്ഞു. ആ, എനിക്കൊന്നും അറിയില്ല. ഒക്കെ ചെറിയച്ഛനും രവിവർമ്മയും കൂടെ ആലോചിക്കുന്നു, ചെയ്യുന്നു. ടിക്കറ്റ് കിട്ടിയ ഞാൻ മദ്രാസിന് പോകും. പിന്നെ എന്നോട് വന്ന് ഇങ്ങനെ കുശൂശിക്കൊന്നും വേണ്ട. ഒരു പൊല്ലാപ്പിന് ഞാനില്ല. ആ, അത് കൊള്ളാം. പിന്നെ എനിക്കാണോ? ഇവനൊക്കെ കോലോത്തുന്ന പെണ്ണ് കൊടുക്കുന്നവരെ വേണം തലാൻ. ആ, ചിലരെയൊക്കെ ഒന്ന് വാട്ടി പിഴിഞ്ഞാൽ ചിലപ്പോ സംഗതി പുറത്തു വരും. എന്താ തിരുവേനി? അല്ല, ഇപ്പൊ എന്താ ചെയ്യാ മേനോനെ? നമുക്ക് പോലീസിലെ വിവരം അറിയിച്ചാലോ? ഞാനും ആലോചിച്ചു. ആ, ഒരു ദിവസം കൂടെ കാക്ക അല്ലേ? അതെ അതെ. എന്താ കുട്ടി ഇത്? വേളി നടക്കാൻ പോണോന്ന് അറിയുമ്പോ കരയേ? സരസ്വതി, മുല്ലപ്പൂ എത്ര വന്നിട്ടുണ്ട്? വേണാട്ടീന്ന് ചെറിയമ്പ്രാട്ടി വരുമ്പോ ഒന്നിങ്ങോട്ട് വരാൻ പറയണം കേട്ടോ. അമ്മയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയാണ്ടിരിക്കൂ കുട്ടി. അച്ഛൻ തമ്പുരാൻ ഇന്ന് രാത്രിക്ക് മുമ്പ് എത്തും. അരുതാത്തതൊന്നും ആലോചിക്കണ്ട. വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. ആരെ? പുറത്തൂടെ വാ. ആ വെളുത്ത് പരന്ന ചൊങ്കനതാ, അതാണ് കബീർ ദാദ. ഗുജറാത്തിയാ, നല്ല മനുഷ്യനാ. അയാൾ അങ്ങേപ്പുറത്ത് നിൽക്കണത് അയാൾ വലങ്കയ്യ. ചന്ദ്രനായര് മലയാളിയാ. അയാളും നല്ല മനുഷ്യനാ. അതിന്റെ ഇങ്ങേപ്പുറത്തുള്ളവനതാ, ഓന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ചെറ്റാന്ന് പറഞ്ഞ പരമ ചെറ്റ. ഞാനേറ്റൊന്നും മുട്ടിയിട്ടുള്ളതാണ്. ഇവരൊന്നും മുമ്പ് കണ്ടിട്ടില്ലേ? ഇല്ല. ഇവരല്ലേ പരിചയപ്പെടേണ്ടത്. നല്ല മനുഷ്യരാ. പരിപാടിയൊക്കെ കൈകൊണ്ടാ. ജപ്പാനിൽ പോയി മുറ പിടിച്ചതാ. ജമാലിക്ക ഒന്നും ചെയ്യില്ലായിരിക്കും. അത് നോക്കണ്ട.
എന്നെ തട്ടാൻ വന്നാണ് ഇന്നെ തട്ടും. ബിസൻസ് ബന്ധും രോഗിയൊക്കെ വേറെ. ഈ പഹന്മാർ ഇവിടെ എന്നെത്തിന്നാ ഞാൻ നോക്കണേ. ചുരുങ്ങിയത് 2-3 ദിവസം മുമ്പെങ്കിലും വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവണം. സ്ഥലം ശരിക്കും പഠിക്കാണ്ട് കബീർ വരൂല. നമ്മളിപ്പോ എന്താ ചെയ്യാ? അത് ശരി, മുണുങ്ങി കൗത്ത് വരെ നരിന്റെ തൊള്ളയിലായതിന്റെ ചോദിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന്? അബ്ദുള്ള, എന്റെ മകനും പോയോ? അബ്ദുള്ള बोल कमरान कहाँ है? मुझे मालूम नहीं कमरान कहाँ है। ने कबीर भाई। कबीर भाई नहीं, तुम्हारे लिए तो कबीर कसाई है। बोलता क्यों नहीं? मुझे छोड़ दो, मैं मर गया। कहाँ है साला? बोल साले, मैं पूछता हूँ तमरान कहाँ है? मालूम नहीं। बोल साले। बोलो बोलता क्यों नहीं?
छोड़ दो, मैं जाता हूँ, मैं जाता हूँ। അൽഹംദുലില്ലാ. അബ്ദുള്ള, അബ്ദുള്ള, പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ട്. തിരുമേനി, തിരുമേനി, എന്താ ഇതൊക്കെ? തമ്പുരാനെ നിങ്ങളെല്ലാം കൂടെ കൊന്നോ? നിലവറയുടെ താക്കോലാണ്, പോയി തുറന്നു നോക്കൂ. തമ്പുരാനെ, ആവൂ, ദൈവം കാത്തു. മോളിൽ എന്തൊക്കെയാ സംഭവിച്ചത്? യുദ്ധമായിരുന്നു, യുദ്ധം. ചെറിയച്ഛനും മരുമക്കളും റൗഡികളും ഒരു ഭാഗത്ത്, തിരുമേനിയും ചങ്കുണ്ണിയാരും വേറൊരു ഭാഗത്ത്. അടിയെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞടിയായിരുന്നു. ആരൊക്കെ എവിടെയൊക്കെ വീണ് കിടക്കുന്ന ഒരു പിടിയില്ല. ആരെങ്കിലും ചത്തറുണ്ടാവോ അത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതി. എന്നെ കീഴ്പ്പെടുത്തി ഇതിനുള്ളിൽ കൊണ്ടുവന്നിടുമ്പോ കൊല്ലാനാവും തന്നെയാ ഞാനും കരുതിയത്. ഇപ്പൊ ബോധ്യാവണു രക്ഷിക്കാനായിരുന്നു. ആരാണാവോ ഇത് ചെയ്തത്? അനന്തൻ അല്ല, അബ്ദുള്ള. അബ്ദുള്ളേ? ആ, രണ്ടും ഒന്ന് തന്നെ മെന്നെ. മുഖം കാണിക്കാതെ പോകാൻ മനസ്സ് വന്നില്ല. മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റുകളല്ല ചെയ്തിട്ടുള്ളത്. എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരവും അന്തഃപുരവും എല്ലാറ്റിലും ഉപരി അങ്ങയുടെ നല്ല മനസ്സും ഈ മ്ലേച്ഛൻ തൊട്ടശുദ്ധാക്കി. പുച്ഛിച്ചോളൂ. പണത്തിന്റെ അത്യാവശ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ പുറപ്പെട്ടത്.
ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട ബാപ്പയുടെ പേരിന്റെ മേൽവിലാസം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാപ്പ താമസിച്ചിരുന്ന വീടും സംഗീതോപകരണങ്ങളും എൻ്റെ ഉമ്മയുടെ തോരാത്ത കണ്ണീരുമാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയത്. പക്ഷേ എങ്ങും എത്തിയില്ല. തീരാത്ത കടത്തി മുങ്ങിയപ്പോഴും എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ വീട് വിട്ട് കളയരുതെന്ന്. ബാപ്പ ഇവിടെ ഇരുന്നാണ് പാടിയത്. ഈ ചുവരുകൾക്ക് ബാപ്പയുടെ സ്വരം അറിയാം. ഈ സിത്താറിലും വീണയിലും ബാപ്പയുടെ വിരലോടിയതാണ്. പക്ഷേ പാവ ഉമ്മ, ബാപ്പ ജീവിച്ചു മരിച്ച ആ വീടിന്റെ തിണ്ണയിൽ കിടന്ന് മരിക്കാൻ എൻ്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല. ആ വീട് കടം തീർത്ത് സ്വന്തമാക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ഉദയവർമ്മ തിരുമനസിനോടൊപ്പം ഉറങ്ങാൻ വരെ അർഹതയുണ്ടായിരുന്നിട്ടും ബാധ്യതകൾ മാത്രം ബാക്കി വെച്ച അമീർ ഖാൻ സാഹിബിന്റെ മകന് അങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കഴിയുമായിരുന്നെങ്കിൽ ബോംബെയിലെ വേശ്യാ തെരുവുകളിൽ ആ ബാപ്പയുടെ മകന് പാടി നടക്കേണ്ടി വരുമായിരുന്നു. തിരുമനസ്, ഞാൻ ചെയ്തുപോയ തെറ്റിന് ഒരു പഴയകാല സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ മാപ്പ് തരാൻ കനിവുണ്ടാകും. അനന്ത, അമീർ ഖാൻ സാഹിബിന്റെ മകനോട് ഞാൻ പുറത്തിരിക്കുന്നു. പക്ഷേ സ്ഥിരബുദ്ധിയില്ലാത്ത ഒരമ്മയോട് താൻ ആരുടെ പേരിലാ മാപ്പി ചോദിക്കുക? ഒന്നുറക്ക കരയാൻ പോലും അറിയാത്ത എന്റെ മകളോട് താൻ എന്ത് ന്യായ പറയുക? യദുകുല രാധ ഗോകുലം വിട്ട് മധുരയ്ക്ക് പോകുമ്പോ വിരഹിണി രാധയെ മറന്ന കണ്ണന്റെ കഥ പോലെ തന്നെയായി. തിരുമനസേ, മ്ലേച്ഛനും ദരിദ്രനുമായ ഒരു അബ്ദുള്ള അല്ലായിരുന്നു ഞാനെങ്കിൽ. മ്ലേച്ഛന്മാരൊക്കെ പടിക്ക് പുറത്തായില്ലേ? പൂണൂലിട്ടത് കൊണ്ടായില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഈശ്വരനെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. സംഗീതം ഈശ്വരനാണ്. താൻ സംഗീതം അറിയാവുന്നവനാണ്. ഈ കൊട്ടാരവും എന്റെ സകല സ്വത്തുക്കളും ഞാൻ രാധയുടെ പേർക്ക് എഴുതി വെക്കുകയാണ്. ഉണ്ണീന്ന് വിളിച്ചാൽ താൻ ഇനിയും വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാതിരുന്നൂടെ? ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ഹരിധനി ഭരിധനി ഭമസി ധനി ഭമരി ഹരിധനി ഭരിധനി ഭമസി ധനി ഭമരി ഹരിധനി ഭരി ധനി ഭമസ ധനി ഭമരി ഹരിധനി ഭരിധനി ഭമസനി ഭമ ധനി ഭമസനി ഭമരി നിഭമരി ധനി ഭമരി നിഭമരി ധരി ഭവനി ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം